നല്ല മഴയൊക്കെയല്ലേ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് വൈകുന്നേരം ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങളങ്ങനെ ഇടയ്ക്കൊക്കെ ഇറങ്ങലുണ്ട്. ഞാനും കുട്ടനും ഹെസ്രോണും കൂടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. കുട്ടൻ ചെറിയൊരു ചൂണ്ടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചുമ്മാ അവിടെ ഒരു തോട്ടിൽ പോയി ചുമ്മാ മീനൊക്കെ കിട്ടുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഈ ചീങ്കണ്ണിപ്പുഴ ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ അടയ്ക്കാത്തോട് ഭാഗത്തുള്ള പുഴയാണ്. അപ്പോൾ അവിടെയാണ് പോകുന്നത്. അതിൻ്റെ അടുത്ത് ചേർന്ന് ചെറിയൊരു തോട് പോലെയുണ്ട്, അവിടെ ചൂണ്ടയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ പുഴയെല്ലാം കാണാമല്ലോ, നല്ല രസമല്ലേ വൈകുന്നേരം മഴയൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പോവാം കേട്ടോ. പോകുന്ന വഴിക്ക് എസ്രോണ് സ്കൂളിൽ പഠിക്കുന്നൊരു കൊച്ചിൻ്റെ വീടുണ്ട് കേട്ടോ. അവനത് ഏതാ അമ്മയെന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. ഞാൻ കാണിച്ചു കൊടുത്തു, ഇതാ കേട്ടോ വീടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അവന് ഭയങ്കര സന്തോഷമായേ. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഇപ്പോൾ എത്തും, ഇപ്പോൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാടിൻ്റെ സൈഡിലാണ് കേട്ടോ പുഴ. നല്ല രസം, അവിടെ ഇടയ്ക്ക് ആനയും അങ്ങനെയൊക്കെ വരാറുണ്ട്. കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. നമ്മൾ എത്താറായിട്ടുണ്ട് പുഴയുടെ ആ ഭാഗത്തേക്ക്. മഴ കുറഞ്ഞൊരു വൈകുന്നേര സമയം ആയപ്പോഴാട്ടോ നമ്മൾ ഇറങ്ങിയതേ. മഴയൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പുഴയുടെ ആ ഭാഗത്ത് എത്തിയിരിക്കുന്നു. കണ്ടോ പുഴയൊക്കെ നിറഞ്ഞ് ഒഴുകുന്നുണ്ട്. കാരണം ഇന്ന് നല്ല മഴയായിരുന്നു, നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴാണ് ഒന്ന് ഇച്ചിരി നിന്നത്. നല്ല ക്ലൈമറ്റാണ്. അങ്ങനെ കുട്ടൻ ചൂണ്ട ഒക്കെ ഇട്ട് നോക്കി, കുറേ നോക്കി, പക്ഷേ കിട്ടിയില്ല. എസ്രോണാണെങ്കിൽ മീൻ ഇപ്പം കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുവാണ്. കുറേ നോക്കിയെങ്കിലും മീനെയൊന്നും ഇപ്പം കാണാനില്ല, എന്നാന്നറിയില്ല. അപ്പോഴെല്ലാം പോയി നോക്കി, പക്ഷെ ഞങ്ങൾ കുറേ നേരം ചൂണ്ടയിട്ടെങ്കിലും ഒന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി കേട്ടോ.